ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് നൈറ്റാണ് കേട്ടോ വ്ലോഗും കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്താ പറയുക, പുറത്ത് പോകാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു വ്ലോഗ് എടുക്കാമെന്ന്. അങ്ങനെ നമ്മളിവിടെ ഒരു ഷോപ്പിൽ കയറി ഞാൻ കയറിയിട്ടില്ല, എൻ്റെ ഹസ്ബൻഡും ബ്രദറും കയറിയായിരുന്നു. അപ്പോൾ ഒരാൾ അപ്പുറത്തൊരു ചെറിയൊരു ഫാം ഹൗസ് പോലെ ഉണ്ട്, അതായത് കിളികളോ പൂച്ചകളോ ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. അവിടെ കയറണമെന്ന് പറഞ്ഞിട്ട് എന്നെ എവിടേക്കും കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവനെയും കൊണ്ട് അങ്ങോട്ട് പോയി. പിന്നെ തിരിച്ച് വന്നപ്പോൾ ഒരു ഫിഷും കൊണ്ടാട്ടോ വന്നേ. ഈ ഫിഷിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ന്യൂ മെമ്പറെ കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പേരൊക്കെ വെച്ചു. അവന് ഒരു പൂച്ചേനെ കിട്ടിയ പേരിട ലിയോ എന്ന് പേരിടാന്ന് പറഞ്ഞിട്ട് നിന്നിരുന്നു. ഇപ്പോൾ ഫിഷിന് തൽക്കാലം ആ പേരിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫിഷൊക്കെ ആയിട്ട് വീണ്ടും നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാർക്കിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കുട്ടികളുടെ ഒരു ചെറിയ പാർക്കാണ്, ഒരു ഫ്രീ പാർക്കാണ്, നമ്മുടെ റൂമിൻ്റെ ഏകദേശം അടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിൽ വന്നിട്ട് ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുകയാണ്. പാർക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവന് വേണം. അപ്പോൾ ഞാൻ ജാക്കറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാട്ടോ. നമ്മൾ പാർക്കിൽ ഒരു 2 മണിക്കൂർ പോലും തികച്ച് നിൽക്കാൻ പറ്റിയില്ല. കാരണം 2 മണിക്കൂർ തികച്ച് നിന്നപ്പോഴേക്കും ഞാൻ ഫ്രീസായിപ്പോയി. അത്രയും തണുപ്പായിരുന്നു. എനിക്കാണെങ്കിൽ തണുപ്പ് വല്ലാണ്ട് ഇഷ്ടമില്ലാത്ത ആളാട്ടോ. ഇഷ്ടമില്ല എന്ന് വെച്ചാൽ എനിക്ക് തണുപ്പ് അങ്ങനെ സഹിക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് അങ്ങനെ മാറി മാറി എക്സ്ചേഞ്ച് ചെയ്യാണ് കേട്ടോ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അത്രയും തണുപ്പായതുകൊണ്ട് തന്നെ എമ്മി ബേബി നല്ല കളിയും കാര്യങ്ങളും ഊഞ്ഞാലാടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓന് ഭയങ്കര ഹാപ്പി, ഓന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് തണുപ്പ് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അവരെ വിളിച്ചിട്ട് നമുക്ക് പോവാൻ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു 2 മണിക്കൂർ നിന്നോ എന്തോ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തണുപ്പ് സഹിക്കാൻ വയ്യാണ്ട് തിരിച്ചു പോന്നു. തിരിച്ചു പോന്നപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് നമ്മളെ എമ്മി ബേബിയാണ് കേട്ടോ. ഭയങ്കര ഡ്രൈവിങ്. എൻ്റെ ബ്രദറിനെ ഒന്നും സ്റ്റെയറിങ് പിടിക്കാൻ പോലും സമ്മതിക്കുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കിടന്നുറങ്ങി. പിന്നെ അടുത്ത ദിവസം മോർണിംഗ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ മോർണിംഗ് ഞാൻ സംസാരിക്കുന്നത് ഇതാണ്: എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. എഡിറ്റിങ്ങും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞാനിതൊരു എൻ്റെ ഒരു പ്രൊഫഷണൽ വൈസും എൻ്റെ ഒരു ജോബും കൂടി ആയിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാൻ ഇതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും. ഞാനിതെൻ്റെ ഒരു പാഷനായിട്ടും എൻ്റെ ഒരു ജോബ് വൈസ് ആയിട്ടൊക്കെയാണ് ഇതിനെ കാണുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും വേണ്ടത്. കാര്യം നമ്മൾ എഡിറ്റ് ചെയ്യാനും വീഡിയോസ് എടുക്കാനും ഒരുപാട് സമയവും ഒരുപാട് കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. യൂട്യൂബ് എന്ന് പറയുന്നത് വെറുതെ അങ്ങ് കയറി തുടങ്ങാൻ പറ്റുന്നതല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വെറുതെ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പം നമ്മൾ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്, നമ്മൾ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കുറച്ച് ബ്ലൂബെറിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ. ബ്ലൂബെറി അടിച്ചെടുക്കുകയാണ്. ബ്ലൂബെറി എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ആർക്കും വലിയ ഇഷ്ടമായിട്ടില്ല. ആരും വല്ലാണ്ട് അങ്ങോട്ട് കഴിക്കുന്നില്ല. ഞാൻ ചെറുതായിട്ടൊക്കെ കഴിക്കും എന്നല്ലാണ്ട് ആരും കഴിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലും കേക്ക് പോലെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ എല്ലാവരും കഴിക്കുകയും ചെയ്തോളും. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എനിക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം പ്രിസ്ക്രൈബ്ഡ് ഷുഗറൊന്നും ആഡ് ചെയ്യാതെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു ലെയർ ബ്രെഡ് വെച്ച് കൊടുത്തു. ഇനി അതിലോട്ട് മിൽക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. മിൽക്ക് ഒഴിച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. മിൽക്ക് ഒഴിച്ച് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ കുറച്ച് ബ്ലൂബെറി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലൂബെറി ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ വീണ്ടും ബ്രെഡ് വെക്കുന്നു. വീണ്ടും നമ്മൾ കുറച്ച് ന്യൂട്ടെല്ല ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ബ്രെഡ് വെക്കുന്നു. കുറച്ചും കൂടെ നമ്മൾ ബ്ലൂബെറി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലെയറായിട്ട് ഓരോന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബ്രെഡ് വെച്ചിട്ട് അതിന് മേലെ കുറച്ചും കൂടെ ന്യൂട്ടെല്ല നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ. കുറച്ച് നേരം തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു പരിവായിട്ടുണ്ട്, നമ്മുടെ ലെയർ കേക്ക് പോലെ ഒക്കെ ആയിട്ടുണ്ട്. ചെറുതായിട്ട് ആ ഒരു രീതിയിലേക്ക് ഞാൻ സെറ്റ് ചെയ്തെടുത്താണ്. പക്ഷെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്
കേട്ടോ, അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉണ്ട്. അതായത് ആ ബ്ലൂബെറിയുടെ ഒരു ടേസ്റ്റും ന്യൂട്ടെല്ലയുടെയും ബ്രെഡിൻ്റെയും ടേസ്റ്റും കൂടി ആയതുകൊണ്ട് തന്നെ എന്തോ കഴിക്കാൻ രസമുണ്ട്. പിന്നെ ബ്ലൂബെറി സ്വന്തമായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അടിപൊളിയായിട്ട് തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് കൊണ്ടുപോകുന്നില്ല. നമ്മൾ ഇന്നലെ നൈറ്റ് ഇങ്ങനെ പുറത്ത് പോയ കാര്യങ്ങളും മറ്റൊക്കെയാണ് ഇതിൽ ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എമി ബേബീൻ്റെ നാടകമൊക്കെ കാണാം കേട്ടോ. എൻ്റെ ബ്രദർ അവനെ കുളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് നമുക്ക് ഓരോന്ന് കാണിച്ചു തരണം. കുളിക്കാൻ പോകും വരെ തോർത്തിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം എന്തോ തോർത്തിനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഓക്കെ.